ഛത്തീസ്ഗഡിൽ മാവോവാദി നേതാവ് ബസവരാജിനെ സുരക്ഷാ സേന വധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന ഒരു നേതാവാണ്, പിടികിട്ടാപ്പുള്ളിയാണ്. അപ്പോൾ കരുതപ്പെടുന്നത് നിലവിൽ നക്സലിസ്റ്റ് അല്ലെങ്കിൽ മാവോവാദികളുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് ഇപ്പോൾ ഇല്ലാണ്ടായത്. ഇനി ആ സംഘടനയുടെ ഭാവി എന്താണ്? അതിൻ്റെ പ്രസക്തി ഇനി എത്രത്തോളം ഉണ്ട്? ഈ ഒരു നേതാവ് ഇല്ലാണ്ടാകുന്നതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇല്ലാണ്ടാകുമോ? ഒരു നേതാവ് ഇല്ലാതാകുന്നു എന്നതുകൊണ്ട് മാത്രം അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഇല്ലാതാകുന്നില്ല. പക്ഷേ നമ്മൾ ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റ് അതിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നേരത്തെ ബംഗാളിൽ നിന്ന് ചാരുപഞ്ചം നിർക്കനുസന്യാൽ ഇങ്ങനെ തുടങ്ങി ഈ കേരളത്തിലടക്കം എത്രയോ സ്ഥലങ്ങളിൽ വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. ഈ അതിതീവ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അതിതീവ്രവാദികളായി കരുതപ്പെട്ടിരുന്നവരിങ്ങനെ അവരുടെ ഈ പാർട്ടിയുടെ നയം പാർലമെൻറ്റ് ജനാധിപത്യത്തോടുള്ള അല്ലെങ്കിൽ അതിനുള്ള വിരോധത്തൊക്കെ കൊണ്ട് ചാടി ഇങ്ങനെ പോയി ഇങ്ങനെ ഉണ്ടായി എടുത്തൊരു സംഭവമാണ് നക്സലൈറ്റ്. വളരെ സ്വാഭാവികമായിട്ട് അവർ ചൈന പക്ഷപാതികൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത്. എന്ന് തന്നെയല്ല, ചൈനയെ അവർക്ക് ഒരു രക്ഷാസ്ഥാനമായിട്ട് ഇങ്ങനെ കരുതിയിരുന്ന, അല്ലെങ്കിൽ ചൈനയായിരുന്നു അവരുടെ മാതൃക എന്ന് പറയാം. ഈ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥത്തിൽപ്പെട്ട ഒരു നക്സലൈറ്റ് ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നതിന് ബലം ഒത്തിരി കുറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ചൈനയൊക്കെ പ്രത്യേക ഒരു പാതയിൽ സാമ്പത്തിക ശക്തിയായി മാറി അവർ മുതലാളിത്ത രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്തപ്പോൾ ആ തരത്തിൽപ്പെട്ട മാവോയിസ്റ്റുകൾ എന്നുള്ള പേര് ഒരു അലങ്കാരമായി അവരിപ്പോൾ സൂക്ഷിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ കേരളത്തിലൊക്കെ എത്രയായിട്ട് ചിതറിപ്പോയി നമുക്കറിയാം. ഈ ഒരു കാലത്ത് ഈ 67-ലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു, 60-കളുടെ അവസാനവും 70-കളുടെ തുടക്കത്തിലുമൊക്കെ ഈ ഉടൻ വിപ്ലവം നടത്താനെന്നുള്ള രീതിയിലൊക്കെ ഒറ്റപ്പെട്ട കൊലപാതകങ്ങളും ഒക്കെ നടത്തിയിരുന്നു, നക്സലൈറ്റ് മൂവ്മെൻറ്റ് നടത്തിയിരുന്നു. അവരെല്ലാം കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് ഇങ്ങനെ ചിതറിപ്പോയി. പക്ഷേ ഈ ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ കോർപ്പറേറ്റ് ശക്തികൾ പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയ പുതിയ കാലത്ത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയ കാലത്ത് പലപ്പോഴും ഈ ഛത്തീസ്ഗഡ് പോലെയുള്ള ഈ മൈനിങ്, ഈ പാറമടകൾ, ഇങ്ങനെ ഖനനം, ഒത്തിരി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നു. ആദിവാസികളായിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ കാട്ടിൽ വനാന്തരങ്ങളിലൊക്കെ താമസിക്കുന്ന ഈ സ്ഥലമെല്ലാം ഏറ്റെടുക്കുന്നതോടൊപ്പം ഇവരൊക്കെ അനാഥരായിത്തീരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അവരിലേക്ക് കടന്നു കയറാനുള്ള ഒരു മാർഗമായി മാവോയിസ്റ്റുകൾ ഇത് കണ്ടെത്തുകയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ചെയ്തു വന്നത്. അങ്ങനെയാണ് ആ മേഖലകളിലൊക്കെ, ഛത്തീസ്ഗഡിലാണ് പ്രധാനമായിട്ടും, കാരണം ഛത്തീസ്ഗഡിലാണ് ഇത് വളരെ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് തൊഴിലാളികൾ, സാധാരണക്കാർ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അവർക്കൊരു ജീവിതം പുതിയതായി കിട്ടുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയും. അപ്പം അതിൻ്റെ ഇദ്ദേഹത്തെ വധിക്കുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം, അതായത് നമ്മൾ ഈ ഇത്തരം പുതിയ വ്യവസായ മേഖലകൾ, അല്ലെങ്കിൽ പുതിയ സമ്പ്രദായങ്ങൾ, അല്ലെങ്കിൽ ഈ അവരുടെയൊക്കെ സ്വന്തമായ ഭൂമി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ ഒരു പരിധിവരെ അവസാനം ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ വീണ്ടും രൂപപ്പെടും എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം നമുക്കറിയാം, ഞാൻ നേരത്തെ നമ്മൾ ആദ്യം തന്നെ കേരളത്തിലെയും ബംഗാളിലെയും ഒക്കെ നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ പ്രതീക്ഷയോടുകൂടിയാണ് ഒത്തിരി പേര് ഇതിനകത്ത് ചെന്ന് ചേരുന്നത്. പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ഒരു പുതിയ കാര്യങ്ങളും പുതിയ ലോകമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇതിനകത്ത് ചെന്ന് ചേരുന്നത്. പക്ഷേ അതുകൊണ്ട് ഫലപ്രദമായിട്ടൊന്നും നടക്കത്തില്ലെന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ശക്തമേ അല്ലല്ലോ, ഒരു ശക്തമല്ല എന്ന് പറഞ്ഞാൽ ആരെയും സ്വാധീനിക്കാൻ ശക്തം. പിന്നെ ചില ചെറുപ്പക്കാരൊക്കെ ഇത്തരം ചിന്താഗതികൾക്ക് വശമതിലാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ അലൻ താഹയൊക്കെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ ഇടതുപക്ഷ ഭരണകൂടമാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് അവരെയൊക്കെ ഈ തീവ്രവാദ ചിന്തകൾ, നക്സലൈറ്റുകൾ എന്ന പേരിൽ, അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ എന്ന പേരിൽ അങ്ങനെ പലരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നടക്കുന്ന കാര്യം, മാവോയിസ്റ്റ് വേട്ടയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വലിയൊരു ഫണ്ട് കേന്ദ്രം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അത് ലഭിക്കുക എന്ന് പറയുന്നത് സർക്കാരുകളുടെ ഒരു വലിയ വരുമാന മാർഗ്ഗം. അപ്പോൾ ഇതിനുപയോഗിച്ചാലും അല്ലെങ്കിലും അതുകൊണ്ട് കൂടിയാണ് അത്തരം കാര്യങ്ങൾ ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിലൊക്കെ കൃത്യമായൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ നമ്മുടെ വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളിൽ ഒരു വലിയ അളവോളം ദുരിതമനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷേ അത്തരക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വളരെ കൃത്യമായിട്ടും അതൊരു വിഷയമായിട്ട് കേന്ദ്രം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പുതിയ ഭരണകൂടത്തിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അത് വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഓരോ തവണയും മനസ്സിലാക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത്തരം പ്രവൃത്തികളിലൂടെ മാത്രമേ ഇത് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കൊന്നൊടുക്കുക എന്ന് പറയുമ്പോൾ നേതാവിനെ കൊന്നൊടുക്കി എന്ന് പറയുന്നത് കൊണ്ട് പുതിയൊരു നേതാവ് ഉണ്ടാകാമല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെ വരത്തില്ലേ, അങ്ങനെ വരാമല്ലോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് മാത്രമായി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ
നേതാവില്ലാതെ ചിഹ്നിച്ച് നമ്മൾ പോകുന്ന ഒരു കാര്യവുമുണ്ട്. അങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് കൃത്യമായ നേതൃത്വമില്ലാതെയാണ് ഇന്ത്യയിലുടനീളം ഈ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു നേതാവില്ലാതെ വന്നതുകൊണ്ട് എത്രയോ ഗ്രൂപ്പുകളായിട്ടാണ് നമ്മുടെ കേരളത്തിൽ തന്നെ കാണുന്നത്. എത്രയോ ഗ്രൂപ്പുകളായിട്ടാണ് ഈ നക്സലേറ്റ് വിഭാഗം എന്ന് പറയുന്നത് ചിഹ്നിച്ചു തറിപ്പോയത്. അതുപോലെ മാവോയിസ്റ്റുകളും എന്ന് പറയുന്നതും അതിൻ്റെ ഒരു വേറൊരു രൂപമായിട്ടാണല്ലോ പിന്നീട് പേര് മാറിയെന്നല്ലേ ഇവിടെ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം പരിഹരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതിനുള്ള ശ്രമം പണ്ട് എന്നത്തെക്കാളും ഫലപ്രദമായി ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കൂട്ടത്തിൽ ഇവരുടെ ഒരു തീവ്രവാദപരമായ പ്രവർത്തനങ്ങൾക്ക്, കൊലപാതകങ്ങൾക്ക് അല്ലെങ്കിൽ ആക്രമണങ്ങൾക്ക് ഒക്കെയുള്ള പൊതുജന പിന്തുണ നഷ്ടപ്പെട്ടു വരുന്ന ഒരവസ്ഥയും ഉണ്ടാകും ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇത്തരം ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഈ ചെറിയ സംഭവങ്ങളുണ്ട്, രണ്ടുപേരെ വധിച്ചതുകൊണ്ട് ഒന്നും ഇല്ലാതാകാൻ കഴിയുന്ന കാര്യമല്ല ഒരാളെ വധിച്ചതുകൊണ്ട്. ഇപ്പോൾ കേരളത്തിലൊരു സാഹചര്യം നോക്കി, ഇവിടെ തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് അധികാരത്തിലുള്ളത്. ഇപ്പോൾ ഈ നക്സൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്തരം സംഘടനകൾ ഉദ്ദേശിക്കുന്നത് ഈ സാധാരണക്കാരൻ്റെ വിമോചനവും ക്ഷേമവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതായത് അധികാര കേന്ദ്രങ്ങളെ കൃത്യമായി ചോദ്യം ചെയ്യുക, അത്തരം കാര്യം. ഇപ്പോൾ ഇത് തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടല്ലോ. ഇതിപ്പോൾ ഒരു തൊഴിലാളി പ്രസ്ഥാനം ഇവിടെ അധികാരത്തിൽ നിൽക്കുന്നു, എന്നാൽ ഏതാണ്ട് സമാന ധാരയിലുള്ളവർ അതിനെതിരെ സമരം ചെയ്യും. അപ്പോൾ എത്ര കാലം ഇത്തരം ഒരു വൈരുദ്ധ്യം മുന്നോട്ട് പോകും? ഈ വൈരുദ്ധ്യം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമ്പരാഗത ഇടതുപക്ഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺവെൻഷണൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് അവരുടെ ഒരുപാട് നിലപാടുകളിൽ മാറ്റം വരുത്തിയല്ലോ. ഏറ്റവും പ്രധാനം ഇത് ആഗോള അടിസ്ഥാനത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനം അല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ലോകത്തെല്ലാം രൂപാന്തരം രൂപപരിണാമം സംഭവിച്ചു കഴിഞ്ഞല്ലോ. സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടുകൂടി നടന്ന ഒരു പ്രക്രിയ, അത് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടുകൂടി തന്നെ ലോകത്ത് ഈ ചിന്തിക്കുന്ന ഈ മൂല്യശോഷണം ഈ ഇവരുടെ വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്ര അംഗബലം കുറയുകയും ഇതിൻ്റെ പ്രസക്തി നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ടാവുക. അതിനെ ഒന്നിനെയും പ്രതിരോധിക്കാൻ ഇത്തരത്തിൽപ്പെട്ട ഒരു സംവിധാനം കൊണ്ട് കഴിയുകയില്ലെന്നൊരു ബോധ്യമാണ് വർദ്ധിച്ചു വരുന്നത്. പൊതുവേ നമ്മൾ ലോകത്ത് ഒരു വലതുപക്ഷ സ്വഭാവം എന്ന് പറയാവുന്ന കാര്യങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകം തന്നെയാണിത്. നമ്മളെ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് ചിന്തകളിലുള്ള രാഷ്ട്രങ്ങളെന്ന് പറയുന്നത് ലോകത്ത് കുറഞ്ഞതോടുകൂടി, എന്ന് വെച്ചാൽ ആ ചിന്താഗതികളുള്ള രാജ്യങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടെന്നൊരു തോന്നൽ ലോകത്തുണ്ടായതോടുകൂടി അങ്ങനെയുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരവുണ്ട്. ഒരേ ധാരയിൽ അവർ വിശ്വസിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ അസംതൃപ്തി എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളുള്ളിടത്തോളം അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ പിന്നെ വിഷയങ്ങളുള്ളിടത്തോളം അത് ഒന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് ഫലപ്രദമായ മാർഗ്ഗങ്ങളാണ് ആവശ്യം. പക്ഷേ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് കുറയുന്നത് പോലെ തോന്നുന്നതുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴും നമ്മൾ ഈ പരിഷ്കൃത സമ്പ്രദായം എന്ന് പറയുന്നത് ഏത് വിധത്തിൽപ്പെട്ടവരെയാണ് നമ്മൾ ഈ മിഡിൽ ക്ലാസ് ആണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു അസംതൃപ്തി രൂപപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അങ്ങനെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യത്തിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും ഇത് രൂപപ്പെട്ടു വരുന്നത്, ഇതുപോലെയുള്ള മൂവ്മെൻറ്റ് രൂപപ്പെട്ടു വരുന്നത്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഈ അസംതൃപ്തരായ ഒരു അടിസ്ഥാന വർഗ്ഗം ഉള്ളിടത്തോളം കാലം ഇതിന് ഇത് പിന്നെ മുളച്ചു വരാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ ഉണ്ടാക്കി എടുക്കുക എന്നത് മാത്രമേ ഇതിനകത്ത് പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കാം എന്നുള്ളതാണ്.